പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവവചന ധ്യാനത്തിനായി കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് യെശയ്യാപ്രവചനം 38 അധ്യായം 17 വാക്യം ഞാൻ വായിക്കുന്നു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവ് പ്രവചന ആത്മാവിൽ പ്രവചിച്ച ഒരു വചനമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലൊക്കെ വ്യത്യസ്തമായ നിലയിലുള്ള കയ്പേറിയ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. എന്നെ ഈ വീഡിയോയിൽ കൂടെ ശ്രദ്ധിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും പലവിധമായ കയ്പിൻ്റെ അനുഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. തളർന്നു നിൽക്കുന്നവരും തകർന്നു നിൽക്കുന്നവരുമാണ്. എന്നാൽ കയ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നാം പലപ്പോഴും ദൈവത്തെ പിറുപിറുക്കുവാനായി നാം ശ്രമിച്ചിട്ടില്ല. ഇസ്രായേൽ ജനത്തെ കഷ്ടതയുടെ നടുവിൽ നിന്നും ദൈവം വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ അത്ഭുതങ്ങൾ കാണിച്ച് നടത്തി മുൻപോട്ട് പോകുമ്പോഴും ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരുമായി പിറുപിറുക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിപ്പാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മാനുഷികമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ചില കയ്പുകൾ വരുമ്പോൾ, അർത്ഥാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ മാനുഷികമായ നിലയിൽ നമ്മുടെ സമനില തെറ്റാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പുകളെല്ലാം, കയ്പേറിയ അനുഭവങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളെല്ലാം ഒരു സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മെ എത്തിക്കാനാണെന്നുള്ള സത്യമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. കയ്പ് മാറി സമാധാനം ഉണ്ടാകും. പ്രതികൂലങ്ങൾ മാറി ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ സാന്നിധ്യവും ദൈവികമായ പ്രത്യാശയും നമ്മളിൽ ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയും ആ നിറവും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രതികൂലങ്ങൾ എത്ര വലിയതാണെങ്കിലും, കയ്പുകൾ എത്ര വലിയതാണെങ്കിലും, കയ്പേറിയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൂടാ, അതെനിക്കൊരു സമാധാനമായ ഒരു അന്തരീക്ഷം എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കി തരുമെന്ന്. കയ്പേറിയ അനുഭവങ്ങൾ എല്ലാ കാലവും നിൽക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്പിന് മാറ്റം വരുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെടണമെന്നാണ് പറഞ്ഞത്. പ്രതികൂലങ്ങളില്ലാത്തവരാരാണ്? കയ്പുകളില്ലാത്തത് ആരാണ്? വിഷമങ്ങൾ എല്ലാവർക്കുമുണ്ട്. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ഒക്കെ കയ്പേറിയ അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കഷ്ടത എനിക്കൊരു സമാധാനമായ ഒരു അന്തരീക്ഷത്തിനായിട്ടാണ്. ആരാണ് സമാധാനം നൽകുന്നത്? ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് സമാധാനം ലഭിക്കപ്പെടും. സ്തോത്രം. ആകയാൽ ഈ പകൽക്കാലം സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കയ്പേറിയ അനുഭവങ്ങളെ മാറ്റി നിങ്ങളെ സമാധാനമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇളകി മറിയുന്ന കടലിൽ കൂടെ, അതേ ഒരു ബോട്ടിൽ കുറേ ആളുകൾ യാത്ര ചെയ്തു പോകുന്ന ചില സാഹചര്യങ്ങൾ പോലെ പ്രതികൂലങ്ങളുടെ മുകളിൽ കൂടെ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്തു പോകാം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ നമ്മളെ എത്തിക്കുക എന്നുള്ളത് നമ്മെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ പ്രത്യേകതയാകയാൽ, ആഗ്രഹമാകയാൽ നമ്മൾ വഴിയിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കയ്പേറിയ അനുഭവങ്ങളെ അത് നല്ലതിനാണ് എന്ന് സ്തോത്രം എണ്ണിക്കൊണ്ട് സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യോബ് പറഞ്ഞ ഒരു വാക്ക്, അവൻ എന്നെ കൊന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഇനിയും സംഭവിച്ചാലും എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. കയ്പേറിയ അനുഭവങ്ങളിലും സമാധാനമായ ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.